ഇംതിയാസ് കരീം വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ഇംതിയാസ്, പി വി അൻവറിന്റെ ദൃശ്യങ്ങളിൽ കാണാം. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? മധു സജി, പി വി അൻവർ അല്പസമയം മുൻപാണ് ഇപ്പോൾ വീട്ടിൽ നിന്നിറങ്ങി ഒതായിലെ 28-ാം നമ്പർ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ പുറത്തിറങ്ങിയതാണ്. എനിക്കൊപ്പം ഇപ്പോൾ പി വി അൻവർ ചേരുന്നുണ്ട്. വോട്ട് രേഖപ്പെടുത്തിയല്ലേ? വോട്ട് ചെയ്യണല്ലോ, ജനാധിപത്യത്തിന്റെ ആഘോഷമല്ലേ, തീർച്ചയായിട്ടും സന്തോഷം. ഇത്തവണ സ്ഥാനാർത്ഥികളൊക്കെ പല ഭാഗത്തുണ്ട്. എങ്ങനെയാണ് പ്രതീക്ഷയൊക്കെ? പലയിടത്തും വിജയങ്ങളൊക്കെ ഉണ്ടാവും? തീർച്ചയായിട്ടും നമുക്കറിയാലോ, കേരളത്തിലെ സംബന്ധിച്ച് രാഷ്ട്രീയം അതിശക്തമാണ്. രണ്ട് മുന്നണികളും വ്യക്തമായ രാഷ്ട്രീയം ആളുകൾക്കൊക്കെ ഉണ്ട്. അതിൽ നിന്ന് വിഭിന്നമായി ചിന്തിക്കുന്ന ആളുകളുടെ വോട്ടല്ലേ വരണം, അതിൽ പ്രതീക്ഷയുണ്ട്. പല വിഷയങ്ങൾ ചർച്ചയാവുന്നൊരു തെരഞ്ഞെടുപ്പാണ്. ഇപ്പം UDF-നെ താങ്കൾ പിന്തുണക്കുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടി, അത് മുസ്ലിം ലീഗൊക്കെ പ്രത്യേകിച്ച് അത് എടുത്തു പറയുകയും ചെയ്തിരുന്നു. പക്ഷേ UDF-നെ സംബന്ധിച്ചിടത്തോളം ഈ രാഹുൽ മാങ്കൂട്ടമൊക്കെ ഇപ്പോൾ ഒരു തലവേദനയായി മാറിയോ? ഇല്ല, അതൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല, ജനങ്ങൾക്കെല്ലാം അറിയാലോ. രാഹുൽ മാങ്കൂട്ട ഈ നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബൈ ഇലക്ഷൻ്റെ സമയത്ത് താങ്കൾ വന്ന് കാണുകയും പിന്തുണ അർപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇല്ല, ആ സമയത്തുണ്ടായിരുന്ന കാര്യം നമ്മളെ വിശദീകരിച്ചാണല്ലോ. അവിടുത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കാനാണെന്ന് രാഹുൽ വന്നത്. അല്ല, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വിഷയങ്ങൾ അല്ല ചർച്ച ചെയ്ത്, അത് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം പാർട്ടിക്ക് പുറത്തു പോയത് ഒരു ക്ഷീണമായി തോന്നുന്നുണ്ടോ? അതൊക്കെ അതിൻ്റെ ആ പാർട്ടിയുടെ ആളുകൾ പറയട്ടെ എന്ന്. ഇത്തവണ പക്ഷേ ഇപ്പം തൃണമൂലിൻ്റെ തന്നെ സ്ഥാനാർത്ഥികളൊക്കെ UDF-ഉമായിട്ട് സഹകരിച്ചും അങ്ങനെയൊക്കെയാണ് നിർത്തിയിരിക്കുന്നത്. ഒരു പൂർണ്ണമായ തോതിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിലേക്ക് തൃണമൂൽ എത്തിയിട്ടില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്? അല്ല, അത് UDF-ന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന എന്താ പറയുക, ഒരു താല്പര്യപ്രകാരം തന്നെയാണ്. നമ്മൾ നന്നായിട്ട് മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചതിന് മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നതാണ്. അപ്പോൾ പരമാവധി മത്സരിക്കാതെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയതിനു ശേഷമുള്ള പി വി അൻവറിന്റെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്.